ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നൈസ മറിയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു അടിപൊളി റെസിപ്പിയാണ്. ചെമ്മീൻ റോസ്റ്റഡ് ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീൻ റോസ്റ്റഡ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീനിൽ ഓരോ ചെമ്മീനും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈർക്കിളി ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. ഞാനിത് എല്ലാ ചെമ്മീനും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ഈർക്കിളി കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, പിന്നെ ഗരം മസാലയുടെ പൊടി 1/2 സ്പൂൺ, പിന്നെ മൈദ 2 ടീസ്പൂൺ മൈദ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്, പിന്നെ സുർക്ക 2 സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീനുമേലൊക്കെ നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചെമ്മീനിലൊക്കെ നന്നായിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീനുമേലൊക്കെ നന്നായിട്ട് കായം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ബ്രെഡ് പൊടിയാണ്, പിന്നെ മൈദ വേണം. ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെമ്മീൻ എടുത്തിട്ട് ആദ്യം ഈ മൈദമാവിലൊന്ന് മുക്കിയിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബ്രെഡിൽ മുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാൻ ഞാനിതവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ചെമ്മീനും ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതും അല്ല, ചെമ്മീൻ വെന്ത് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബ്രോസ്റ്റഡ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ബ്രോസ്റ്റഡ് ചെമ്മീനാണ്. നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.